ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് മഞ്ച് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിച്ച് ഒരു ഫ്ലവർ വാസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 ഗ്ലാസ്, പ്ലാസ്റ്റിക് ഗ്ലാസ്സാണിത്, ജൂട്ട് ത്രെഡ്, ജൂട്ട് ഷീറ്റ്, അതുപോലെ ഇത് ഗോൾഡൻ ലേസ് ഷോളിൻ്റെ ഒക്കെ അറ്റത്ത് വയ്ക്കുന്നതാണ്, ഒരു പെൻ, സിസേഴ്സ്, കുറച്ച് ബീഡ്സ് വേണം. അത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ആദ്യം ഗ്ലാസ്സിനെ അതിൻ്റെ അതായത് 2 ഗ്ലാസിൻ്റെയും ബോട്ടം ഭാഗം നന്നായിട്ട് ഗ്ലൂ ഇട്ട് അറ്റാച്ച് ചെയ്യണം, അത് ഒട്ടിക്കണം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ജൂട്ട് ത്രെഡ് ചുറ്റണം. ഇപ്പം പകുതിയോളം ജൂട്ട് ത്രെഡ് ചുറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗോൾഡൻ ത്രെഡ്
ചുറ്റുകയാണ്. ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഗോൾഡൻ ത്രെഡ് ചുറ്റണം. ഇപ്പം ഗോൾഡൻ ത്രെഡും ജൂട്ട് ത്രെഡും ചുറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇത് ജൂട്ട് ഷീറ്റിൽ ഞാൻ കുറച്ച് ഒരു ഫ്ലവർ വരച്ചതാണ്. ഇതുപോലെ ഫ്ലവർ വരച്ചിട്ട് ആദ്യം അതിലേക്ക് ജൂട്ട് ത്രെഡ് അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. കട്ടി കുറഞ്ഞ ജൂട്ട് ത്രെഡ്, അതായത് തിക്ക് കുറഞ്ഞിട്ടുള്ള ജൂട്ട് ത്രെഡ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ.
ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്ലവറിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളിനി ഫ്ലവർ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതായത് അതിൻ്റെ ഭംഗി അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പം ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഫ്ലവർ അറ്റാച്ച് ചെയ്യാണ്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറാണ്. അങ്ങനെ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവറിൻ്റെ മുകളിൽ എന്ന പോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പൊങ്ങി നിൽക്കുന്ന പെറ്റൽസൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ ലീഫാണത്. ലീഫ് താഴെ ഒട്ടിച്ചു കൊടുക്കും. മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ വാസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ അതിൻ്റെ നടുക്കൊക്കെ കുറച്ച് ബീഡ്സ്, അതായത് പേൾ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.